ആകാശം നീളെ നിറയും ആത്മാവിൻ ഗന്ധം ചേർത്ത് കാലങ്ങളായി നീ വിരിയാതെ സൂക്ഷിച്ച് മനസ്സിൽ വിരിച്ച കയ്യൊപ്പ് ഈ ജന്മത്തിൻ സ്വന്തം കയ്യൊപ്പ്. സാബു ജോസ്. മകൻ അമലിന്റെ പിറന്നാൾ ദിവസം കൊച്ചി നഗരത്തിലെ 30 അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ട് സാബു ജോസ് ആരംഭിച്ചതാണ് ലവ് ആൻഡ് കെയർ. 2003 സെപ്റ്റംബർ 2 ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇപ്പോൾ 23 വർഷങ്ങൾ പിന്നിടുന്നു. തെരുവിലലയുന്ന മനുഷ്യർ ഏറെയുണ്ടെന്നും ഭക്ഷണത്തിനായി വിഷമിക്കുന്നവർ, മാനസിക നില തെറ്റിയവർ, മാരക രോഗം വന്നവർ തുടങ്ങി ജീവിതത്തിന്റെ പുറംപോക്കിൽ ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കേണ്ടത് തങ്ങളുടെ കടമയായി കണ്ടുകൊണ്ട് വർഷങ്ങളായി സാബു ജോസും കുടുംബവും സുഹൃത്തുക്കളും ലവ് ആൻഡ് കെയർ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. KCBC പ്രോ ലൈഫ് സംസ്ഥാന സമിതി അംഗം കൂടിയായ സാബു ജോസാണ് ഇന്ന് കയ്യൊപ്പിൽ. ഞാൻ ഈ പൗത്യ പിതാവിനോടൊപ്പം സഭയുടെ പബ്ലിക് അഫയേഴ്സിൽ അല്ലെങ്കിൽ KCBC ജാഗ്രതാ കമ്മീഷനൊക്കെ പ്രവർത്തിക്കുമ്പോൾ വെറുതെ കാഴ്ചക്കാരനായി പോവുകയല്ല ചെയ്തിരുന്നത്. ആ കാലയളവിൽ സഭയെക്കുറിച്ച് സമൂഹത്തിൽ ഉള്ള ചിന്തകൾ, മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യുന്ന നന്മകളിൽ അത് സജീവമാക്കേണ്ട കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ പൗത്യ പിതാവ് അഭിപ്രായം പറയാൻ മടിച്ചാൽ നിർബന്ധപൂർവ്വം പറയിക്കുമായിരുന്നു. ആ പറയുന്നത് എവിടെ മാറ്റം വരുത്തണം കേരള സഭയിൽ, സിറോ മലബാർ സഭയിൽ എന്നത് അന്വേഷണമായിരുന്നു. അത് പറയുവാൻ നമുക്ക് ആവേശവും അഭിമാനവും ഉണ്ടായിരുന്നു. എന്നോടൊപ്പമുള്ള പല ആത്മായ പ്രേക്ഷിതരും പലരും, ഞാൻ പേര് ഒരാളുടെ മാത്രം പറയാൻ പാടില്ല, പലരും ഒരു മയവും മടിയില്ലാതെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മാറ്റം സഭയുടെ അസംബ്ലികളിൽ, സിനഡുകളിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സിനഡിൽ തന്നെ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല, പല സഭാകാര്യങ്ങളും പ്രതിഷേധം, വേദന, വിഷമമുള്ളത്, മാറ്റം വരുത്തേണ്ടത്, സജീവമായി ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. പുറത്ത് പറയുകയല്ല, ഉള്ളിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സെമിനാറുകളിലൂടെ വളർന്നതുകൊണ്ടും പൗത്യ പിതാവിനെ പോലുള്ള വ്യക്തികളുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഒക്കെ നമുക്ക് ധീരമായി തന്നെ നിലപാട് സഭയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫാമിലി യൂണിറ്റിൻ്റെ സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഞാൻ ഫാമിലി യൂണിറ്റ് മീറ്റിങ്ങിൽ കൊണ്ടുപോകുമായിരുന്നു, എന്ത് തിരക്കും പരീക്ഷയുണ്ടെങ്കിലും. അതുകൊണ്ട് മക്കൾക്ക് അവർ വളർന്നു വന്നപ്പോൾ അവർ പൊതുരംഗത്ത് അവർ വളരുവാനൊക്കെ ഈ ഫാമിലി യൂണിറ്റിൻ്റെ യോഗങ്ങളും, പള്ളി മോൻ KCYM അമൽ പ്രസിഡൻ്റായിരുന്നു, മോൾ ഓൾട്ടർ ഗേളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അഭിഭാഷക ഏഞ്ചൽ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇടവക പ്രവർത്തനങ്ങളിൽ ഫാമിലി യൂണിറ്റ് മുതൽ എൻ്റെ അതിരൂപതയുടെ പൊതുകാര്യ കമ്മീഷൻ്റെ ആ കൺവീനറായി ഞാൻ എലക്ട് ചെയ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ വോട്ടോടു കൂടിയാണ്. ഓരോ സമയത്തും സഭയിൽ, സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കിട്ടിയ അവസരങ്ങൾ അഭിമാനത്തോടെ വിനിയോഗിച്ചു എന്ന സന്തോഷവും സംതൃപ്തിയും എനിക്കുണ്ട്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മദ്യവിരുദ്ധ പ്രവർത്തനം, ഞാൻ പുകവലിയും മദ്യപാനത്തിനൊക്കെ എതിരാണ്. ജീവിതത്തിൽ അപ്രകാരം ഒരവസ്ഥയിൽ 15 വയസ്സിൽ തന്നെ അത്തരം സമരങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം അതിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുക, സഭയിലും സമൂഹത്തിലും ഒരുപോലെ പ്രവർത്തിക്കുവാനുള്ള ദൈവവിളിയാണ് അൽമായർക്കുള്ളത്. അത് നാം വിനിയോഗിക്കണം. ബ്രദർ മാവൂരൂസിനെ പോലെ ജീവിതം മുഴുവൻ പാവങ്ങൾക്കായി സമർപ്പിച്ച, അല്ലെങ്കിൽ കുറ്റിക്കലച്ചനെ പോലെ കേരളം മുഴുവൻ അഗതി മന്ദിരങ്ങൾ തുടങ്ങിയ തോമസ് ചേട്ടനും സന്തോഷ് പാലയിലും, അല്ലെങ്കിൽ ദിവ്യ രക്ഷാലയം ടോമിയും ഈ മേരി അസപ്പാനും ഒക്കെയുള്ള നൂറുകണക്കിന് കാരുണ്യ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ സഭയോടൊത്താണ് പ്രവർത്തിക്കുന്നത്. അവരെ ആ ആത്മീയമായ അവരുടെ ആ ചൈതന്യം, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ചൈതന്യമാണ് മേരിച്ചേച്ചി, മേരി അസ്തപ്പാൻ പൂവപ്പടിയിലെ 300 പേരെ നോക്കുന്ന സെമ്പ് തുടങ്ങിയത്. അതുകൊണ്ട് വചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തന മേഖലയിൽ നല്ല അഭിഭാഷകരും പത്രപ്രവർത്തകരും ഡോക്ടർമാരും എഴുത്തുകാരും ചിന്തകരുമാകാനുള്ള
വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സഭയിൽ ഫാമിലി യൂണിറ്റിൻ്റെയോ മാതൃവേദിയുടെയോ KCYM-ൻ്റെയോ ഒക്കെ ഉത്തരവാദിത്വം കിട്ടുന്നത് അത് ഏറ്റെടുക്കുക. പക്ഷെ അതേ സമയത്ത് തന്നെ നാം പദവിയിലാണേലും അല്ലെങ്കിലും ലഭിച്ച ദൈവ അനുഭവം, ദൈവവിളിയാണ് എൻ്റെ ജീവിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ അവസരങ്ങൾ കർത്താവ് നൽകുമെന്നതാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. കേരളത്തിൽ ഫാത്തിമ മാതാവിൻ്റെ 2 തവണ നടന്ന കേരള പര്യടനത്തിൻ്റെ 2ലും അതിൻ്റെ മാധ്യമ വിഭാഗത്തിൻ്റെ നേതൃത്വം, അല്ലെങ്കിൽ രണ്ടാമതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാന സമിതിയിൽ, അങ്ങനെ കേരളത്തിലെ 3 റീത്തിലും മുഴുവൻ രൂപതകളിലും പോയ ഫാത്തിമ മാതാവിൻ്റെ പര്യടനത്തിൽ മുഖ്യ നേതൃത്വം വഹിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി എന്നത് എമ്മാവൂസിലും മറ്റ് കേരളത്തിൻ്റെ പല ഭാഗത്ത് നടന്ന വലിയ വലിയ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തതിൻ്റെ നേതൃത്വം നൽകി മനോഹരമായി പര്യവസാനിച്ചത്. അതിൻ്റെ ഭാഗമായത് മാധ്യമപ്രവർത്തനം കൊണ്ടും വാർത്ത കൊണ്ടും മാത്രമല്ല, സംഘാടനത്തിലുണ്ടായിരുന്നു എന്നത് നന്ദിയോടെ ഓർക്കുന്നു. മറ്റൊന്ന്, റാണി മരിയ ഫൗണ്ടേഷൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ്. നമുക്കറിയാം, റാണി മരിയ ഇൻഡോറിൽ വലിയ ത്യാഗം. ഇന്നും വാഴ്ത്തപ്പെട്ട റാണി മരിയ അതിവേഗം വിശുദ്ധിയായി മാറും. ആ റാണി മരിയയുടെ ഘാതകൻ വന്നപ്പോൾ എഴുതുക മാത്രമല്ല, പലതവണ ഇൻഡോറിൽ പോകാനും ആ മിഷൻ മേഖലയെ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞപ്പോൾ റാണി മരിയ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ നേതൃത്വം നൽകുകയും അതിൻ്റെ പ്രഥമ അംഗമായിരിക്കുന്നത് ആ ഘാതകനായ സമന്ദർ സിംഗാണ്. സമന്ദർ സിംഗുമായിട്ട് എനിക്കിപ്പോഴും ബന്ധമുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്. ഭാഷ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഹിന്ദിയിൽ പ്രശ്നമുണ്ട്. പലതവണ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോഴും കാണുവാനൊക്കെ കഴിഞ്ഞു. റാണി മരിയ ഫൗണ്ടേഷൻ. അപ്പം ആ ചടങ്ങ് നടക്കുമ്പോൾ ഒരു വീഡിയോ ഒക്കെ തയ്യാറാക്കി അവിടെ പോയതും ഒക്കെ ഞാൻ ഓർക്കുന്നു. ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട പല കൺവെൻഷനുകളിലും സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട് നടന്ന ബാംഗ്ലൂരും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ നടന്ന വലിയ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് അഭിപ്രായം പറയുവാനും ഇതിൻ്റെ ഭാഗമാകുവാനും എനിക്ക് കഴിഞ്ഞു. മറ്റൊന്ന് ഓർക്കുന്നത്, ചിറ്റൂര് ധ്യാനം കൂടിയ സമയത്ത് ഞാൻ 4-ാം ദിവസം പറഞ്ഞൊരു ചെറിയ അഭിപ്രായമാണ്. ഉപ്പാണിയച്ചൻ അവിടെ കയറി പറഞ്ഞു, സാബു ബ്രദർ പറഞ്ഞൊരു അഭിപ്രായമാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അവിടെ പറഞ്ഞതാണ് പിന്നീട് മാലാഹക്കൂട്ടം ഏഞ്ചൽ ഫോറമായി 50,000 പേരായി വളർന്നത്. ഞാൻ പറഞ്ഞ ഇത്ര ഉള്ളായിരുന്നു, ധ്യാനം കൂടിയാൽ അത് അനുഗ്രഹമാണെങ്കിൽ ആ ധ്യാനത്തിൻ്റെ സന്തോഷം പോയി ആൾക്കാർ നാട്ടിലുള്ളവരോട് പറയണമല്ലോ എന്നത്. അച്ഛനത് വലിയ സജീവ ചർച്ചയാക്കി മാറ്റി. എന്നോട് പറഞ്ഞു, ഞാൻ ഫോറം കൊടുത്തു വിടാൻ പറഞ്ഞു. പിന്നീട് അത് 1 രൂപ കൊടുത്തു ആൾക്കാർ വാങ്ങി. 50,000 പേര് വരെ ആ പേര് ആ മറ്റൊരു അച്ഛനിട്ടു. അത് വളർന്നത് പണിച്ചൻ പിന്നീട് എന്നോട് പറഞ്ഞു, വലിയൊരു സന്തോഷം അനുഭവം. ഞാൻ ഏറെക്കാലം എല്ലാ ബുധനാഴ്ചയും അവിടെ ചെന്ന് ഈ മാലാഹക്കൂട്ടം അല്ലെങ്കിൽ സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും ഓർക്കുക. 4-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരുവനെ വന്ന് കാണുവിൻ. ആ അധ്യായം തീരുന്നത്, ഇനി നീ പറഞ്ഞുകൊണ്ടല്ല, വാസ്തവമായും അവൻ രക്ഷകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞാണ് സമരിയാക്കാരി സ്ത്രീയെ ആ വിശ്വാസ തീക്ഷ്ണത സമൂഹം അറിയിക്കുന്നത്. അപ്പോൾ ധ്യാനം കൂടുന്ന ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ജീവിതത്തിൽ നവീകരണം ഉണ്ടാകുന്ന ഒരാൾ ആ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കണം. അവർ ധ്യാനത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് ആൾക്കാരെ നയിക്കണം എന്നതാണ് ആ ചിന്ത പങ്കുവെച്ചത്. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു ചെറിയ അഭിപ്രായം ധ്യാനം കൂടിയ പറഞ്ഞപ്പോൾ അച്ഛനത് വീണ്ടും സജീവമായി എടുത്തപ്പോൾ വലിയ മുന്നേറ്റമായി മാറി. അത് 50,000 പേരുള്ള പ്രേക്ഷിത സംഘമായി ചിറ്റൂർ കേന്ദ്രത്തിൽ മാറി എന്നത് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. ഈ ജന്മത്തിൻ സ്വന്തം കയ്യൊപ്പ്. എൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നൊരു വാക്കുണ്ട്, ജീവിതമാണ് പ്രഘോഷണമെന്ന്. നാം എഴുതുന്നോ പറയുന്നോ അതിനപ്പുറം ജീവിതം പ്രഘോഷണമാകണം എന്ന് എന്നെ ഓർപ്പിക്കാനാണ് ഞാൻ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ. ഈ ചിന്ത നമ്മിൽ നിറയണം. ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് ദൈവത്തിന് മനോഹരമായ പദ്ധതി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചാൽ, അതേറ്റു പറഞ്ഞാൽ നമുക്കിപ്പോൾ സന്തോഷമായിരിക്കും. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നറിയുന്ന ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് മറ്റൊരാളെ ആക്രമിക്കാൻ പറ്റില്ല. അപ്പം ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നും എന്നെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച്, എൻ്റെ ബിസിനസ്സിനെക്കുറിച്ച്, എൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഉറക്കെ പറയുക, വിശ്വസിക്കുക. ദൈവം നന്മയ്ക്കായിട്ട് അത് രൂപാന്തരപ്പെടുത്തും. ഇന്നത്തെ സഹനം, പ്രശ്നം, തകർച്ച, കുറവ് നാളെ മികവിനുള്ള പരിശീലനമാണ് എന്നും കരുതിയാൽ മതി.
വീണ്ടും 14, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ഇത് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അദ്ദേഹം യോഹന്നാൻ ശ്ലീഹ അത് പറയുന്നത് 34, ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉത്തമ ബോധ്യത്തോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കരുത്. നമ്മുടെ മനസ്സാക്ഷി പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ആത്മധൈര്യം നൽകുന്നുവെങ്കിൽ വലിയ അഭിമാനമായിരിക്കും. പിന്നെ ഇത് ഞാൻ ചെയ്യേണ്ടതാണോ, ഇപ്പോൾ ചെയ്യേണ്ടതാണോ, ഇങ്ങനെ ചെയ്യേണ്ടതാണോ എന്ന് ഓരോ കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പലതിലും നമുക്ക് വിട്ടുനിൽക്കാൻ പറ്റും, ചിലത് അതിവേഗം ചെയ്യുവാനും സാധിക്കും. ഞാൻ ഇപ്രകാരം ഒരു പ്രാർത്ഥനയോടെയാണ് എല്ലാ ദിവസവും എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. അതിങ്ങനെയാണ്: കർത്താവായ ഈശോയുടെ നാമത്തിൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും സൗഖ്യവും സുരക്ഷിതത്വവും പിന്നെ വേണ്ട എന്തൊക്കെയാണോ ആ ദിവസം എനിക്ക് ലഭിക്കാൻ ഇടവരട്ടെ. സകല തിന്മകളിൽ നിന്നും കർത്താവ് എന്നെ രക്ഷിക്കണമേ. മികവുകൾ വർദ്ധിപ്പിക്കുവാനും കുറവുകൾ കുറയ്ക്കുവാനും കർത്താവെ സഹായിക്കണമേ. ഇങ്ങനെയൊരു പ്രാർത്ഥനയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സ്വാധീനിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ റാണി മരിയ സിസ്റ്ററുടെ ഘാതകൻ പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹത്തെ ഒരിക്കൽ കൂടി വരുത്തിയ അങ്ങനെയാണ് ചിത്രീകരണം നടക്കുക. റാണി മരിയയുടെ സഹോദരി ഉണ്ട്. അവരുടെ വീട്ടിൽ ആ റൂമിൽ സമന്തറും എല്ലാവരുമുള്ള സമയത്ത് റാണി മരിയയുടെ സഹോദരി സിസ്റ്റർ സെൽമി മനോഹരമായ ഹിന്ദിയിലെ ഒരു പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. ആ സമയത്ത് സമന്തർ സിംഗ് അതിന് മുമ്പ് അവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ അവർ പറഞ്ഞയച്ചത് ഓർമ്മയാണ്. ചിത്രീകരണത്തിന് വേണ്ടി സമന്തറിനെ തൃശ്ശൂർ തിരിച്ചു വിളിച്ചതാണ്. പക്ഷേ സിസ്റ്ററുടെ ആ ഹിന്ദിയിലെ അതിമനോഹരമായ പ്രാർത്ഥനാ ഗാനം അർത്ഥം എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ സമന്തറിന് ആ ഗാനം വളരെയേറെ സ്പർശിച്ചതായിട്ട് എനിക്ക് തോന്നി. സമന്തർ വീണ്ടും അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന അപ്പനും അമ്മയും അപ്പുറത്ത് അമ്മയും സഹോദരങ്ങളും ഒരുമിച്ച് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ഇവരെ കരുതി സ്വന്തം മകളെ കൊന്ന ആ വീട്ടിൽ അമ്മയും സഹോദരങ്ങളുമൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ച സമന്തറിന് ആ പാട്ട് വളരെയേറെ ഹൃദയത്തിൽ സ്വാധീനിച്ച് സമന്തർ തൻ്റെ കൈകൊണ്ട് വെട്ടിയാണ് 51 തവണ കുത്തിയാണ് റാണി മരിയ സിസ്റ്ററെ കൊന്നത്. ആ കയ്യേൽ അദ്ദേഹം ഇങ്ങനെ കടിച്ച് അത് തന്നെ നഷ്ടപ്പെടുത്തുവാൻ അസ്വസ്ഥനാകുന്ന ഒരു സമന്തറിനെ കണ്ടത് ഞാൻ ഓർക്കുക. പിന്നീട് അദ്ദേഹത്തെ ഇൻഡോറിൽ വെച്ചൊക്കെ പലപ്പോഴും കണ്ടു. ഇപ്പോഴവർ ആ സിസ്റ്റേഴ്സുമായി വളരെ സ്നേഹിച്ചും സഹകരിച്ചുമാണ് സമന്തർ അവിടെ കഴിയുന്നത്. അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പറയുക, തിരുവചനത്തിൻ്റെ സ്വാധീനം, ദൈവാനുഭവത്തിൻ്റെ ദൈവം നടത്തിയ വഴികൾ ഒക്കെ മാനസാന്തരം പോലെ തന്നെ സന്തോഷവും അഭിമാനവും നൽകുന്നതാണ്. ഏറെ അനുഭവങ്ങൾ ഓരോ ദിവസവും നാം ജീവിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ജ്ഞാനം കൂടിയ ആൾക്കാർ ചെറിയ അസുഖം മാറുമ്പോൾ അത് വലിയ അത്ഭുതമാണെന്ന് പറയും. എന്നാൽ നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് വലിയ അത്ഭുതം തന്നെ. എത്രയോ പേര് നമ്മളെക്കാൾ പകുതി പ്രായത്തിലും വേണ്ട അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. മൂകരും ബധിരരും സഞ്ചരിക്കാൻ ശേഷിയില്ലാതെ 10-40 വർഷമായി കട്ടിലിൽ തന്നെ കിടന്നുകൊണ്ട് കറങ്ങുന്ന ആ ഫാനിനെ മാത്രം നോക്കി പ്രാർത്ഥനയോടെ കഴിയുന്നവർ, നിരാശയോടെ കഴിയുന്നവർ അനേകരുള്ളപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥ അതെന്തുമാകട്ടെ ദൈവം അറിഞ്ഞ് അനുവദിച്ച് അനുഗ്രഹിച്ചു നൽകിയത് എന്ന് നാം വിശ്വസിക്കണം. കാരണം അതിൽ കുറവുകളില്ല. വലിയ സാധ്യതകളിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്നുണ്ട്. ആ തിരിച്ചറിവിൽ എത്തുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് കണ്ടുമുട്ടുന്നവരിലൊക്കെ ദൈവത്തെ കാണുവാൻ ആരുമാകട്ടെ, തൊട്ടടുത്തുള്ളവർ, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അർഹിക്കുന്നവർക്ക് സ്വാന്തനവും പലിയേറ്റീവ് കെയറാകാം, കാരുണ്യമാകാം, നൽകുന്നതാകാം. ഒന്നും ഞാൻ ആർക്കും നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെങ്ങനെ ദൈവസ്നേഹത്തെ പ്രഘോഷിക്കാൻ പറ്റും? അതുകൊണ്ട് മെത്രാന്മാരും കർദിനാൾമാരും വചനപ്രഘോഷകരും സമർപ്പിതരും അവരുടെ മേഖലകൾ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ദേശത്ത്
എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തൊട്ടടുത്ത മേഖലയിൽ ചെയ്യാവുന്ന നന്മ ഞാൻ ചെയ്യുമെന്നും നന്മകൾ പറയുമെന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ വാട്സപ്പിലും നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ എഴുത്തിലും ചിന്തയിലുമൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കുവാൻ, സഹായിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നാം ഒരു അനുഗ്രഹമാണെന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ മനസ്സിൽ നിറയേണ്ട കർത്താവിൻ്റെ രൂപം നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവായിട്ട്, അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് അഭിമാനത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് കുറേ പേർക്കെങ്കിലും നന്മകൾ ഉണ്ടാകാനും അവർ നന്മയിൽ ചരിക്കുവാനുമുള്ള പ്രചോദനം ഏതെങ്കിലും വിധത്തിൽ നമുക്ക് നൽകുവാൻ പറ്റണം. ഈ കേൾക്കുന്നവർ അഭിഭാഷകരാണെങ്കിൽ നല്ല അഭിഭാഷകരും, അധ്യാപകരും, ഡോക്ടർമാരും, പത്രപ്രവർത്തകരും, നല്ല കൃഷിക്കാരുമൊക്കെയായി നമുക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാം. നമ്മുടെ ശുശ്രൂഷകളെല്ലാം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കത്തോലിക്ക വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം സമൂഹത്തിൽ സജീവമാകാനാണ്. സഭയിൽ മാത്രമല്ല, സഭയോടൊത്തും സമൂഹത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ ദൈവവിളി നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഈ ജന്മത്തിൻ സ്വന്തം കയ്യൊപ്പ്. കേരളം തന്നെ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം എന്ന് നാടെന്ന് പറയുന്നു. വലിയ പ്രേക്ഷിത തീഷ്ണത ലോകത്ത് മറ്റെങ്ങും ഇല്ലാത്തവണ്ണം കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ വിശ്വാസികൾ അങ്ങനെയാണ്. നമ്മ ഒരുമിച്ച് സ്നേഹത്തിൽ മൂന്ന് റീത്തും ഒരുമിച്ച് വളരുന്നവരാണ്. ക്രൈസ്തവ സഭകളും അങ്ങനെ തന്നെയാണ്, പൊതുസമൂഹവുമായി ഒരുമിച്ച്. അതുകൊണ്ട് നാം ജനിച്ച ഇടവക, രൂപത, റീത്ത്, വിവിധ സഭകൾ, സമൂഹം, നമുക്ക് ഈ സഭയിലും സമൂഹത്തിലും പ്രവർത്തിക്കുന്ന ഈ വലിയ മുന്നേറ്റം ആഗോളതലത്തിൽ പ്രോലൈഫിൻ്റെ ഒരു ഗ്ലോബൽ ഫെലോഷിപ്പ്, അതിൻ്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുവാനായിട്ട് സമയം, സമ്പത്ത്, താല്പര്യമുള്ളവർ മുന്നോട്ട് വന്നാൽ ഓരോ രാജ്യങ്ങളിലും കോർഡിനേറ്റേഴ്സായിട്ടും അവിടെയുള്ള സഭയിൽ പ്രത്യേകിച്ച് ആത്മായ പ്രേക്ഷിതർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകണമെന്നും അത് ഭാവിയിൽ സഭയിലും സമൂഹത്തിലും വലിയ നന്മകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അബോർഷനെതിരെ പറയുന്ന മാത്രമല്ല, ലോകരാജ്യങ്ങളിലെ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്ന, പ്രസവത്തിന് വിഷമിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടത്തുന്ന, പ്രായമായവരെ സംരക്ഷിക്കുന്ന ഓർഫനേജുകൾ, ഇങ്ങനെ ജീവനെ സംരക്ഷിക്കുന്ന, ആത്മഹത്യ അരുതെന്ന് പറയുന്ന, ഇങ്ങനെ പ്രോലൈഫുമായി യുദ്ധം അരുതെന്ന് പറയുന്ന, ജീവൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് മുഴുവൻ വിശ്വാസികളും, മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളും. അങ്ങനെ എൻ്റെ രാജ്യത്ത്, എൻ്റെ ഇടവകയിൽ ഞാൻ ലോകവ്യാപകമായി, ഇപ്പോൾ കേരളത്തിൽ നമുക്കുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകവ്യാപകമായുള്ളൊരു വലിയ മുന്നേറ്റത്തിന്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല ഭാഷയിൽ സംസ്കാരത്തിലുള്ളവർ മുന്നോട്ട് വരുന്നൊരു വലിയ മുന്നേറ്റം മുന്നോട്ട് വരുമെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ കത്തോലിക്കാ സഭയും മറ്റു പ്രസ്ഥാനങ്ങളും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട എൻ്റെ ആഗ്രഹം. കേരളത്തിൽ പ്രായമായവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങൾ, വീടുകളുണ്ട്. കെയർ അറ്റ് ഹോം, അവരെ വീടുകളിൽ സംരക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. ഇടവകൾ, പ്രസ്ഥാനങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വീട് വിട്ടു പോകേണ്ടി വരില്ല. അതുകൊണ്ട് ഒരുപക്ഷെ വീടില്ലാത്തവരും ഒക്കെ സ്ഥലവും വീട്ടിൽ സൗകര്യമൊക്കെ കൊടുത്ത് അങ്ങനെ നാട് വിട്ടു പോകാതെ പ്രായമായവർ സ്വന്തം നാട്ടിലും വീട്ടിലും ഒക്കെ ജീവിക്കാൻ പറ്റുന്ന കെയർ, സംരക്ഷണത്തിൻ്റെ സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ വിശ്വാസം എൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക്, വികസനത്തിന്, നീതിക്ക് വേണ്ടി ആണ് എന്ന് വിശ്വസിക്കുകയും അത് ഒത്തു പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ വേണം. കുടുംബശ്രീയിൽ നമ്മൾ അംഗമാകണം. സമൂഹത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളിലും അംഗമായിക്കൊണ്ട് അവിടെയൊക്കെ സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം എത്തിക്കുവാൻ, എഴുതാൻ, പറയുവാൻ ഒക്കെ നമുക്ക് കഴിയണം. എനിക്ക് കഴിവില്ല എന്ന് വിശ്വസിച്ച് മാറി നിൽക്കാതെ, എനിക്ക് കൃപയുണ്ട്, കർത്താവ് നൽകിയിട്ടുണ്ട്, കൃപയും കഴിവുമുണ്ടെങ്കിൽ എനിക്ക് അധികമായി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആയിരിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും അധികമായി ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുക. അതിനുള്ള ഒരു നെറ്റ്വർക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ ഒക്കെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലഭിക്കുന്ന ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെ ദൈവമഹത്വവും മനുഷ്യ നന്മയും, എൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലോഗോ പറഞ്ഞാൽ ഞാൻ പറയുക, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം എല്ലാ ചിന്തകളും പ്രവർത്തനങ്ങളും. ഒപ്പം അത് മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതുമായിരിക്കണം.
എവിടെയോ ഉള്ളൊരു ദൈവമല്ല, നമ്മുടെ ഇടയിലുള്ള ദൈവത്തെ കണ്ടെത്തുന്ന ദൈവമഹത്വവും മനുഷ്യ നന്മയും. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് എന്നെ നയിക്കുന്നത്. അപ്രകാരം ഒരു ചിന്തയുള്ള സുഹൃത്തുക്കളെയാണ് എനിക്കുള്ളത്. അങ്ങനെയുള്ള സഹപ്രവർത്തകരെയാണ് എനിക്ക് അധികമുള്ളത്. കൊണ്ട് ഞാൻ എൻ്റെ സംവിധാനങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, ഗുഡ് ന്യൂസ് കമ്മ്യൂണിക്കേഷൻ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചിന്തകളും എഴുത്തും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒക്കെ ഉള്ള അനേകർ കൂടി വരട്ടെ. അവർ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളും സജീവമാകട്ടെ. ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും അവരുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്നവരോട് നിങ്ങളുടെ മേഖലകൾ അത് ദൈവം തിരഞ്ഞെടുത്തതാണെന്ന് വിശ്വസിക്കുകയും ആ മേഖലയിൽ അധികമായി ചെയ്യുവാനുള്ള ദൈവവിളി ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.